ജീവിതം കൊടുത്ത് സ്നേഹിച്ച മീനാക്ഷിയുടെ പൊടുന്നനെയുള്ള മാറ്റം ചേട്ടച്ചനെ ചിത്തഭ്രമത്തിന്റെ വക്കിലെത്തിക്കുന്നു. ഇവിടെയാണ് പവിത്രം എന്ന സിനിമ അവസാനിക്കുന്നത്. ഇനി വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കപ്പുറം ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. മീനാക്ഷി ഇപ്പോൾ നഗരത്തിലാണ് താമസം. വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ ഒരു കോളേജ് അധ്യാപികയും 2 കുട്ടികളുടെ അമ്മയുമാണ്. ഭർത്താവ് അനീഷ് ഒരു ഡോക്ടറാണ്. തന്റെ മൂത്ത സഹോദരനായ ഡോക്ടർ രാമകൃഷ്ണനും അയാളുടെ ഭാര്യ ഡോക്ടർ നിർമ്മലയും ചേർന്നാണ് സഹപ്രവർത്തകനും ചെറുപ്പക്കാരനുമായ അനീഷുമായുള്ള വിവാഹാലോചന മീനാക്ഷിക്ക് കൊണ്ടുവരുന്നത്. അന്ന് ചേട്ടച്ചന്റെ മാനസികാരോഗ്യം തിരികെ കിട്ടിയിരുന്നില്ല. താൻ കാരണം നഷ്ടപ്പെട്ട തന്റെ ചേട്ടച്ചന്റെ മാനസികാരോഗ്യം പൂർണ്ണമായും ഭേദപ്പെടാൻ മീനാക്ഷി കുറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത്ര പെട്ടെന്നൊന്നും അത് തിരികെ കിട്ടില്ലെന്ന് അല്പം വൈകിയാണെങ്കിലും മീനാക്ഷി തിരിച്ചറിഞ്ഞു. തുടക്കകാലങ്ങളിൽ പഠനം നിർത്തി ഇനിയുള്ള കാലം ചേട്ടച്ചനൊപ്പം ജീവിക്കാനായിരുന്നു മീനാക്ഷിയുടെ പ്ലാൻ. പക്ഷേ മൂത്ത സഹോദരൻ ഡോക്ടർ രാമകൃഷ്ണനും അയാളുടെ ഭാര്യ ഡോക്ടർ നിർമ്മലയും അതിന് സമ്മതിച്ചില്ല. അവർ മാത്രമല്ല, വാര്യരും പുഞ്ചിരി ചേച്ചിയും ഒന്നും അതിന് സമ്മതിച്ചില്ല. അങ്ങനെയാണ് മീനാക്ഷി തിരികെ കോളേജിലേക്ക് പോയത്. കോളേജിൽ തിരികെ എത്തിയ മീനാക്ഷി എല്ലാ സൗഹൃദങ്ങളിൽ നിന്നും ഒരു ഗ്യാപ്പ് എടുത്ത് പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചു. എല്ലാ ആഴ്ച അവസാനവും അവൾ കൃത്യമായി നാട്ടിൽ ചെന്നു ചേട്ടച്ചനെ കണ്ടു. സത്യത്തിൽ അക്കാലത്തൊക്കെ നാട്ടിൽ ചേട്ടച്ചനു വേണ്ടി ആകെ ഉണ്ടായിരുന്നത് പുഞ്ചിരി ചേച്ചി മാത്രമായിരുന്നു. അവർ ഊണും ഉറക്കവും മാറ്റിവെച്ച് ചേട്ടച്ചനെ സംരക്ഷിച്ചു. മനോനില തെറ്റിയ ചേട്ടച്ചനെ അവർ നല്ലതുപോലെ നോക്കി. അതിനിടയിലാണ് മീനാക്ഷിയുടെ പഠിത്തം കഴിഞ്ഞത്. പഠിത്തം കഴിഞ്ഞ മീനാക്ഷി ഒരിക്കൽ ആദ്യമായാണ് ചേട്ടച്ചനെ ചികിത്സിക്കുന്ന മനോരോഗ വിദഗ്ധന്റെ അടുത്തേക്ക് ചേട്ടച്ചനും മൂത്ത സഹോദരൻ ഡോക്ടർ രാമകൃഷ്ണനും ഒപ്പം പോകുന്നത്. അന്നത്തെ ആ ചെറുപ്പക്കാരനായ ഡോക്ടറിന് ഒറ്റ കാഴ്ചയിൽ തന്നെ മീനാക്ഷിയെ ഇഷ്ടപ്പെട്ടു. അവിവാഹിതനായ ആ ചെറുപ്പക്കാരൻ തന്റെ സഹപ്രവർത്തകരായ ഡോക്ടർ രാമകൃഷ്ണനോടും അയാളുടെ ഭാര്യ ഡോക്ടർ നിർമ്മലയോടും നേരെ ചെന്ന് കാര്യം പറഞ്ഞു. തനിക്ക് മീനാക്ഷിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണ് മീനാക്ഷിക്ക് കിട്ടിയതെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ രാമകൃഷ്ണൻ നേരെ നാട്ടിൽ ചെന്ന് വാര്യരോടും പുഞ്ചിരി ചേച്ചിയോടും ഇക്കാര്യം പറഞ്ഞു. എല്ലാവർക്കും അതിൽ സന്തോഷം മാത്രമാണ് ഉണ്ടായത്. എന്നാൽ കാര്യമറിഞ്ഞ മീനാക്ഷി മാത്രം വിവാഹത്തിന് സമ്മതിച്ചില്ല. ചേട്ടച്ചന്റെ രോഗം മാറാതെ, ചേട്ടച്ചൻ തന്നെ തിരിച്ചറിയാതെ താനൊരു വിവാഹം കഴിക്കില്ല എന്നായിരുന്നു അവളുടെ തീരുമാനം. പക്ഷേ ഡോക്ടർ രാമകൃഷ്ണൻ അതിന് സമ്മതിച്ചില്ല. ചേട്ടച്ചന്റെ ഓർമ്മ എന്ന് തിരികെ വരുമെന്ന് തങ്ങൾക്ക് പോലും ഉറപ്പില്ല. ഉറപ്പില്ലാത്ത ആ പേരിൽ കാത്തിരുന്ന് വെറുതെ ജീവിതം കളയരുത് എന്നാണ് രാമകൃഷ്ണനും നിർമ്മലയും അപ്പോൾ അവളോട് പറഞ്ഞത്. പുഞ്ചിരി ചേച്ചിയും അത് തന്നെയാണ് മീനാക്ഷിയോട് പറഞ്ഞത്. പക്ഷേ ചേട്ടച്ചനെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സിലാത്ത മീനാക്ഷി അങ്ങനെ മീരയെ കാണാൻ പോയി. മീരയുടെ അച്ഛൻ ശങ്കരൻ പിള്ള മരണപ്പെട്ടിട്ട് അന്നേക്ക് 1 വർഷമായിരുന്നു. ഇപ്പോൾ മീരയ്ക്ക് പറയത്തക്ക ബാധ്യത ഒന്നുമില്ലായിരുന്നു. പക്ഷേ മീനാക്ഷി ആവശ്യപ്പെട്ടതുപോലെ മീര ചേട്ടച്ചന്റെ ജീവിതത്തിലേക്ക് തിരികെ പോവാൻ ഒരിക്കലും തയ്യാറായില്ല. ആത്മാഭിമാന ബോധമുള്ള മീര ഒരിക്കലും ചേട്ടച്ചന്റെ ജീവിതത്തിലേക്ക് തിരികെ പോവില്ലെന്ന് മീനാക്ഷിക്കും മനസ്സിലായി. അങ്ങനെ അവിടുന്ന് വിഷമത്തോടെ തിരികെ പോരുന്ന മീനാക്ഷിയെ മീര അനുഗ്രഹിച്ചാണ് വിട്ടത്. അങ്ങനെ ഒടുവിൽ ചേട്ടച്ചനെ പുഞ്ചിരി ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചാണ് മീനാക്ഷി ഡോക്ടർ അനീഷിനെ വിവാഹം കഴിക്കുന്നത്. സത്യത്തിൽ മീനാക്ഷി അങ്ങനെ സ്വമേധയാ ചേട്ടച്ചനെ പുഞ്ചിരി ചേച്ചിയുടെ കൈകളിൽ ഏൽപ്പിക്കുകയല്ലായിരുന്നു. ചേട്ടച്ചനെ നോക്കാനുള്ള അവകാശം പുഞ്ചിരി ചേച്ചി അവരിൽ നിന്നൊക്കെ ചോദിച്ചു വാങ്ങുകയായിരുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഉത്തരവാദിത്ത ബോധമില്ലാത്ത മകനുള്ള പുഞ്ചിരി ചേച്ചിയുടെ യഥാർത്ഥ കുടുംബം സത്യത്തിൽ ചേട്ടച്ചനും മീനാക്ഷിയും ഒക്കെ ആയിരുന്നല്ലോ. പുഞ്ചിരി ചേച്ചിക്ക് നഷ്ടമായൊരു കുടുംബ ജീവിതത്തെ മൊത്തത്തിൽ ഫുൾഫിൽ ചെയ്യുന്നത് ചേട്ടച്ചനും അയാളുടെ കുടുംബവുമാണ്. പുഞ്ചിരി ചേച്ചിക്ക് ഏറ്റവും പവിത്രമായൊരു ബന്ധം കിട്ടുന്നത് പോലും ചേട്ടച്ചനിൽ നിന്നാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായൊരു മദർലി അഫെക്ഷൻ ആയിരുന്നു പുഞ്ചിരി ചേച്ചിക്ക് ചേട്ടച്ചനോടുണ്ടായിരുന്നത്. ആ പുഞ്ചിരി ചേച്ചി ചേട്ടച്ചനെ താൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടച്ചനെ ഏറ്റെടുക്കുക തന്നെയായിരുന്നു സംഭവിച്ചത്. ഇന്ന് മീനാക്ഷി ഒരു കോളേജ് അധ്യാപികയും 2 കുട്ടികളുടെ അമ്മയുമാണ്. ഭർത്താവ് അനീഷ് ഒരു ഡോക്ടറാണ്. അവർ ഇടയ്ക്കൊക്കെയും നാട്ടിൽ ചേട്ടച്ചനെ കാണാനായി പോകാറുണ്ട്. അനീഷ് ചേട്ടച്ചന് ചികിത്സ നൽകുന്നുണ്ട്. രോഗം എന്തെങ്കിലും ഒരിക്കൽ പൂർണ്ണമായും മാറിയേക്കാം എന്ന പ്രതീക്ഷ അനീഷിനുമുണ്ട്. പക്ഷേ അതെന്ന് എന്ന് മാത്രം അയാൾക്കും അറിയില്ല. എങ്കിലും ഇനിയുള്ള കാലം അത്രയും ചേട്ടച്ചന് കൂട്ടായി പുഞ്ചിരി ചേച്ചിയുണ്ട്. ചേട്ടച്ചന്റെ അച്ഛനും അമ്മയും എല്ലാം ഇന്ന് പുഞ്ചിരി ചേച്ചിയാണ്. ആ സുരക്ഷിതത്വത്തിലാണ് ചേട്ടച്ചൻ ഇന്നും ജീവിക്കുന്നത്.